ആരായിരുന്നു ആൽമരത തിമ്മക്ക, മരങ്ങളുടെ അമ്മ? 1911 മൈസൂർ ജില്ലയിൽ, ഇന്നത്തെ രാംനഗര ജില്ലയിലെ ഗുബി എന്ന ഗ്രാമത്തിൽ ജനിച്ച ഒരു സാധാരണ സ്ത്രീയായിരുന്നു തിമ്മക്ക. തിമ്മയ്ക്കും തൻ്റെ ഭർത്താവിന് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. മരങ്ങളെ നട്ടുവളർത്തി കുട്ടികളെ പോലെ സ്നേഹിക്കാൻ അവർ തീരുമാനിക്കുന്നു. ഇന്നത്തെ കുളിക്കൽ, കുടൂർ എന്നീ രണ്ട് സ്ഥലങ്ങൾക്കിടയിൽ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി അവർ ആൽമരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നു. 1950 ഈ പ്രവൃത്തി അവർ ആരംഭിക്കുന്നത്. ഏതാണ്ട് 385 മരങ്ങളാണ് അവർ നട്ടത്. വെറുതെ മരങ്ങൾ നടുക മാത്രമല്ല അവർ ചെയ്തത്, അവയെ കന്നുകാലികളിൽ നിന്നും മറ്റ് പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും കൃത്യമായി സംരക്ഷിച്ചു പോന്നു. സാധാരണ തൊഴിലാളികളായിരുന്ന അവർ തങ്ങളുടെ ദൈനംദിന ജോലിക്ക് ശേഷമാണ് മരങ്ങളെ വളർത്തുക എന്ന ജോലി അവർ ചെയ്തിരുന്നത്. അവർക്ക് അതൊരു ജോലിയായിരുന്നില്ല, തങ്ങളുടെ കുട്ടികളെ പോലെയാണ് അവർ മരങ്ങളെ വളർത്തിയത്. ഈ 385 ആൽമരങ്ങൾ മാത്രമല്ല, ഏതാണ്ട് 8000-ഓളം മരങ്ങൾ മറ്റ് പല സ്ഥലങ്ങളിലായി ഇവർ ചേർന്ന് വളർത്തുന്നുണ്ട്. 1991 തിമ്മക്കയ്ക്ക് തൻ്റെ ഭർത്താവിനെ മരണത്തിലൂടെ നഷ്ടപ്പെടുന്നു. എന്നാൽ അതിനുശേഷവും തിമ്മക്ക തൻ്റെ മരങ്ങളോടുള്ള സ്നേഹം തുടർന്നുകൊണ്ടേയിരുന്നു, അവയെ നട്ടു വളർത്തിക്കൊണ്ടേയിരുന്നു. നാട്ടുകാർ അവരെ സ്നേഹത്തോടെ വിളിച്ച പേരാണ് ആൽമരത തിമ്മക്ക, ആൽമരങ്ങളുടെ തിമ്മക്ക, അല്ലെങ്കിൽ സാലുമരത തിമ്മക്ക, മരനിരകളുടെ തിമ്മക്ക എന്ന്. എന്നാൽ അർഹമായ അംഗീകാരം അവരെ തേടിയെത്താൻ പിന്നെയും ഏറെ വൈകി. 2016 BBC ദ മോസ്റ്റ് ഇൻഫ്ലുവൻസ്ഡ് ആൻഡ് ഇൻസ്പിറേഷണൽ വുമൺ ഓഫ് ദ വേൾഡ് ആയി അംഗീകരിക്കുന്നു. 2019 രാജ്യം പത്മശ്രീ നൽകി അംഗീകരിക്കുന്നു. 2020 സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക അവർക്കൊരു ഹോണററി ഡോക്ടറേറ്റ് നൽകുന്നുണ്ട്. അതിനുശേഷം നിരവധിയായ അവാർഡുകളാണ് അവരെ തേടിയെത്തുന്നത്. കഴിഞ്ഞ ദിവസം 2025 നവംബർ 14 തൻ്റെ 114-ാമത്തെ വയസ്സിൽ വാർദ്ധക്യസഹജമായ രോഗങ്ങൾ മൂലം തിമ്മക്ക ഈ ലോകത്തോട് വിട പറഞ്ഞു. തിമ്മക്ക നട്ടുവളർത്തിയ മരങ്ങൾ ഇന്നും നിങ്ങൾക്ക് ആ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി ഉളിക്കൽ കുടൂർ റോഡിൽ തീർച്ചയായും കാണാൻ കഴിയും. അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാതിരുന്ന തിമ്മക്കയും ഭർത്താവും ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഒരു കാര്യം ചെയ്യണമെന്ന് നിങ്ങൾ ഉറപ്പിച്ചാൽ, അതിനുവേണ്ടി തുടർച്ചയായി ജോലി ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളത് നേടിയിരിക്കും. ആൽമരത തിമ്മക്കയ്ക്ക് ആദരാഞ്ജലികൾ.